ധന്യ, അമേരിക്കയുടെ ചില ചെയ്തികളൊക്കെ വലിയ രീതിയിൽ വാർത്തകളാകാറുണ്ട്. ഇപ്പോൾ വിസ നിയന്ത്രണ ചട്ടങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നു. പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ കുറച്ചുകൂടി നിലപാടുകൾ കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു. അമേരിക്കയിലോട്ടുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലൊക്കെ വലിയ കുറവ് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ചില നയപരിപാടികളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒന്ന് പരിങ്ങലിലാക്കുന്ന അവസ്ഥയിലാണിപ്പോൾ അവരുടെ ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുന്നു എന്നുള്ള വാർത്ത. ഈ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കണമെങ്കിൽ നിബന്ധനകൾ ഉദാരമാക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല. പക്ഷേ അമേരിക്ക നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. എന്താണ് സംഭവം? സഞ്ചാരികൾക്കപ്പുറം വിദ്യാഭ്യാസത്തിനായി അമേരിക്ക തിരഞ്ഞെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് നാൾ മുൻപേ ഇത് ചർച്ചകളിൽ നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ താരിഫിനൊക്കെ മുമ്പേ വന്ന കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന ഒരു സ്ഥിതി അമേരിക്ക സ്വീകരിച്ചിരുന്നല്ലോ. എല്ലാവരെയും ഈ കയ്യിൽ വിലങ്ങൊക്കെ വെച്ച് പിന്നെ ഫ്ലൈറ്റ് വഴി കയറ്റി വിടുന്ന ഒരു ചടങ്ങ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വന്നതാണ് ഈ കുട്ടികൾക്ക്, അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വിസ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു, വിസയിൽ ചില കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ അതിൽ മാധ്യമ പ്രവർത്തകരടക്കം ഈ കൃഷിയും വിദ്യാഭ്യാസ മാധ്യമം ഈ 3 മേഖലകളിൽ കുറച്ചുകൂടി ഒരു നിയന്ത്രണം കടുപ്പിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ടൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് ചർച്ചകളിലുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻസ് ആയിട്ടാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. അമേരിക്കയിലേക്ക് വരുന്ന വിദേശികൾക്കുള്ള വിസ നിയന്ത്രണങ്ങൾ ട്രംപ് ഭരണകൂടം കടുപ്പിക്കുന്നു. വിദ്യാർത്ഥി വിസ, എക്സ്ചേഞ്ച് വിസ, മാധ്യമ വിസ എന്നിവയ്ക്ക് പുതിയ കാലാവധി നിശ്ചയിച്ചുകൊണ്ടുള്ള നീക്കം വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്. രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരെ കൂടുതൽ നിരീക്ഷിക്കുക എന്നതാണ് ഈ തീരുമാനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ട്രംപിന്റെ ഭരണകൂടം പറയുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും അമേരിക്കയിൽ വന്നു പോകാനുള്ള സ്ഥിതി ഇനി ഉണ്ടാകില്ല. ഇനി കർശനമായ നിരീക്ഷണവും നിയന്ത്രണവും ഒക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അങ്ങനെ വലിഞ്ഞു കയറി ആരും അമേരിക്കയിലേക്ക് വരണ്ട എന്നാണ് ട്രംപിന്റെ നിലപാട്. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് F-J വിസകൾ, അതായത് വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് സന്ദർശകർക്കും പരമാവധി 4 വർഷം വരെ മാത്രമേ വിസ ഇനി ലഭിക്കുകയുള്ളൂ. പഠന പരിപാടിയുടെ ദൈർഘ്യം ഇതിൽ കുറവാണെങ്കിൽ ആ കാലാവധി വരെ ആയിരിക്കും പരിഗണിക്കുക. വിസകൾ ഇനി മാധ്യമ പ്രവർത്തകർക്ക് 240 ദിവസത്തേക്ക് മാത്രമായിരിക്കും വിസ അനുവദിക്കുക. എന്നാൽ ചൈനീസ് പൗരന്മാർക്ക് ഇത് കേവലം 90 ദിവസം മാത്രമായി പരിമിതപ്പെടുത്തി. ഇത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ചൈനക്കാർക്ക് 90 ദിവസം മാത്രമേ വിസ കൊടുക്കൂ എന്നുള്ളത്. ഈ പുതിയ മാറ്റം നേരത്തെ ലഭ്യമായിരുന്ന മൾട്ടി ഇയർ വിസകളുടെ സാധ്യത കുറയ്ക്കാനാണ്. കൃഷി, വിദ്യാഭ്യാസം, മാധ്യമ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് ഈ നീക്കമെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. എന്നാൽ ഈ തീരുമാനത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിലേക്കുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാകും. വിദേശ വിദ്യാർത്ഥികളുടെ ചിലവിൽ 10% കുറവ് വന്നാൽ മസാച്യൂസെറ്റ്സ് പോലുള്ള സംസ്ഥാനങ്ങളിൽ 1800 ജോലികൾ നഷ്ടപ്പെടാനും $260 മില്യൺ GDP കുറയാനും സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. അമേരിക്കയിലെ സാങ്കേതിക ഗവേഷണ നവീകരണ മേഖലകളിലേക്കുള്ള വിദേശ സംഭാവനകൾ കുറയാൻ ഇത് കാരണമായേക്കും. ഈ നീക്കം അമേരിക്കയുടെ വിദ്യാഭ്യാസത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും തകർക്കുമെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു. അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് ഇത് മങ്ങലേൽപ്പിക്കും. നേരത്തെ 2020 ഇത്തരമൊരു നീക്കം നടന്നിരുന്നു എങ്കിലും ഇപ്പോൾ അത് പുതുക്കി നടപ്പാക്കുകയാണെന്നും അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ 30 ദിവസത്തെ പൊതു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ തീരുമാനങ്ങൾ രാജ്യത്തേക്ക് വരുന്നവരുടെ മേൽ നിരീക്ഷണം ശക്തമാക്കാൻ ലക്ഷ്യമിടുന്നു. എന്നാൽ അത് അമേരിക്കയുടെ വിദ്യാഭ്യാസത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ബാധിച്ച് ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പ്രസക്തിക്ക് കോട്ടം വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇത്തരം കർശന നിയന്ത്രണങ്ങൾ അമേരിക്കയെ സുരക്ഷിതമാക്കാനാണ് ട്രംപ് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവും. വിദ്യാർത്ഥികൾ പോകാതാവും വിസകൾ കൂടുതൽ കടുപ്പിക്കുമ്പോൾ. മാധ്യമപ്രവർത്തകരുടെ കാര്യം പിന്നെ അറിയില്ല, അവരെങ്ങോട്ടാണ് ഇപ്പോൾ പോകണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അവർ ചിലപ്പോൾ പോകുമായിരിക്കും. പിന്നെ ഈ എക്സ്ചേഞ്ച് വിസ, ഈ ചൈനീസ് പൗരന്മാരുടെ എണ്ണത്തിൽ വിസയുടെ കാലാവധി 90 ദിവസമാക്കി പരിമിതപ്പെടുത്തി. അങ്ങനെ വലിയ നിയന്ത്രണങ്ങൾ തങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കാനും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനും ഒക്കെ എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇത് രാജ്യത്തെ ആളുകൾ ചെല്ലുന്നതിൽ വലിയൊരു കുറവ് വരികയും അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും വിമർശകർ പറയുന്നു. എന്താണ് പ്രേംലാലേട്ടന് പറയാനുള്ളത്?
അമേരിക്കയിലെ പൊതുവെ ജനജീവിതം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ബട്ടറും കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വൈകിട്ട് പാർട്ടി ഈവൻറ്റുകൾ നടത്തുന്നു. ഇതാണ് പൊതുവെയുള്ള അമേരിക്കൻ ജീവിതം. പക്ഷേ അങ്ങനെയുള്ള അമേരിക്കൻ ജീവിതത്തിൽ ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം റോഡുകളിൽ വലിയ പ്രതിഷേധങ്ങൾ, പ്ലക്കാർഡുകൾ ഒക്കെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ പാകിസ്ഥാൻ്റെ പരമോന്നത സൈനിക മേധാവി അസീം മുനീർ പാകിസ്ഥാനിൽ അമേരിക്കയിലോട്ട് ചെന്നത്. അവിടെ അസീം മുനീറിനെതിരെ പോലും വലിയ പ്രതിഷേധം ഉണ്ടായി. ബോയ്ക്കോട്ട് പാകിസ്ഥാൻ അല്ലെങ്കിൽ ബോയ്ക്കോട്ട് അസീം മുനീർ എന്നൊക്കെയാണ് വന്നത്. അസീം മുനീറിനെ അംഗീകരിക്കുന്നില്ല. അതേപോലെ ഈ സിഖ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഖാലിസ്ഥാൻവാദികൾ അമേരിക്കയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതേപോലെ ഈ പലസ്തീന് അനുകൂലികളായിട്ടുള്ളവർ ഇസ്രായേലിനെതിരെ വലിയ സമരങ്ങൾ ചെയ്യുന്നു. ചൈനീസ് ഒറിജിനുള്ള ചൈനീസ് വംശീയരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ അവിടെ പല ക്യാമ്പസുകളിലും ഉണ്ട്. അവർ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നു. അങ്ങനെ ട്രംപ് ഭരണകൂടത്തിന് പിടിപ്പത് പണിയാണിപ്പോൾ നാട്ടിലിറങ്ങിയാൽ. അവിടെ അതെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെല്ലാം ഈ രാജ്യത്തിന് പുറത്തു നിന്ന് വന്നവരാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ സോഷ്യൽ മീഡിയ വെറ്റിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് അവിടെ ഈ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വഴിയാണ്. അപ്പോൾ രാജ്യത്ത് ഇത്തരത്തിൽ വന്നവർ ഇതേ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടോ? അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം നിരീക്ഷിക്കാനായിട്ടുള്ള പദ്ധതി അമേരിക്ക തുടങ്ങിയിരുന്നു. ഇവർക്ക് ഏതെങ്കിലും വിഘടനവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ? ഇവർ ഇത്തരത്തിൽ രാജ്യത്ത് ഇതേപോലെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അപ്പം തന്നെ സ്പോട്ടിൽ നാട് കടത്തുക എന്നുള്ള പരിപാടിയാണ് നടപ്പിലായിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, അവിടെ ഈ ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ വെടിവെപ്പ് ഉണ്ടായി. രണ്ട് സംഭവങ്ങളിലെ മൂന്ന് പേർ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അതുമാത്രമല്ല, ഈ ചൈന അനുകൂല വിദ്യാർത്ഥികൾ നിരന്തരമായി അവിടെ പ്രക്ഷോഭം നടത്തുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിലാണ് വിദ്യാർത്ഥികൾക്കുള്ള വിസ നിയന്ത്രണം കടുപ്പിച്ചത്. അതുമാത്രമല്ല, ഇവർ പഠിക്കുന്ന പല യൂണിവേഴ്സിറ്റികൾക്കും ഉള്ള ഗ്രാൻഡ് വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന നല്ലൊരു വിഭാഗം കുട്ടികളും രാജ്യത്തുനിന്ന് പുറത്തുനിന്ന് വന്നത്. കാര്യം അമേരിക്കയിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം നേടിയാൽ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് പല രാജ്യത്ത്, ഇപ്പോൾ കേരളത്തിൽ നിന്നടക്കം പലരും അമേരിക്കയിൽ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്നവരെയൊക്കെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്ന നിലപാടാണ് ട്രംപ് എടുത്തത്. ഒരു മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയാൻ. ആരൊക്കെയോ എവിടേക്കോ പ്രക്ഷോഭങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ മൊത്തത്തിൽ അങ്ങ് അടച്ചൊരു നടപടിയാണ് ട്രംപ് സ്വീകരിച്ചത്. പക്ഷേ അത് അത്തരത്തിലൊരു രാജ്യത്തുനിന്ന് പുറത്തുനിന്ന് വരുന്നവർക്കെതിരെ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തോട്ട് പോകാനായിട്ട് ഒരു ലെഷർ ട്രിപ്പിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് വിമുഖത കാണിക്കുക, അത് സ്വാഭാവികമാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെ തൊഴിൽ തേടി അല്ലെങ്കിൽ വിദ്യാഭ്യാസം തേടി എത്തുന്നവർ പോലും മറ്റ് രാജ്യങ്ങളിൽ കുറേ കൂടി സ്വസ്ഥതയും സമാധാനമുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയാലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് UK, യൂറോപ്പ് അതേപോലുള്ള കുറേ സാധ്യതകൾ തെളിയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് അമേരിക്കയ്ക്ക് മൊത്തത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ വലിയ തിരിച്ചടി ഇപ്പോൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് കുനിമേ കുരു എന്ന് പറയുന്നത് പോലെ വിസ നടപടികളിൽ ഇപ്പോൾ കുറേ കൂടി കർശന നിലപാടുകളുമായി അമേരിക്ക മുന്നോട്ട് വരുന്നത്.